ഹായ്, സേഫ്റ്റി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ അശ്രദ്ധ, ഒരു തെറ്റായ രീതിയിലുള്ള ഭാരം ഉയർത്തൽ മതി ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നടുവേദനയോ ഗുരുതര പരിക്കുകളോ ഉണ്ടാകാൻ. വീട്, ഓഫീസ്, ഗോഡൗൺ, ഫാക്ടറി, നിർമ്മാണ മേഖല എവിടെയായാലും നമ്മൾ കൈകൊണ്ട് ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തേണ്ട സാഹചര്യം വരുന്നുണ്ട്. എന്നാൽ ഭാരം ഉയർത്തുന്നത് വെറും ശക്തിയുടെ കാര്യമല്ല. നല്ല ശക്തിയുള്ളവർക്ക് നല്ല ഭാരം ഉയർത്താൻ പറ്റും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ശരിയായ രീതിയും മുൻകരുതലും തന്നെയാണ് പ്രധാനമായത്. കൈകൊണ്ട് ഭാരം ഉയർത്തുമ്പോൾ നടുവേദന, പേശിവലിവ്, നട്ടെല്ലിന് പരിക്ക്, കൈകാലുകൾക്ക് ചതവ്, നാഡികൾ വീക്കാവുന്നു, ഹെർണിയ, ഭാരം കൈവിട്ട് കാൽ വീഴൽ, വഴുതി വീഴൽ തുടങ്ങിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഭാരം ഉയർത്തുന്നതിന് മുമ്പ് നമ്മൾ പരിശോധിക്കാൻ ഏകദേശം എത്ര ഭാരം ഉണ്ടാവുമെന്ന് ഒരു വസ്തു കാണുമ്പോൾ തന്നെ എടുത്തുയർത്താൻ ശ്രമിക്കരുത്. ആദ്യം കൈകൊണ്ട് ചെറുതായി തള്ളിയോ ഇളക്കിയോ അതിൻ്റെ ഭാരം മനസ്സിലാക്കുക. അത് വളരെ ഭാരമുള്ളതാണെങ്കിൽ ഒറ്റയ്ക്ക് ഉയർത്താൻ ശ്രമിക്കരുത്. മറ്റൊരാളെ സഹായം തേടുക. അല്ലെങ്കിൽ ട്രോളി, ഹാൻഡ് ബാരോ, ട്രക്ക്, വീൽ ബാരോ, വോയിസ്റ്റ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ സഹായം ചോദിക്കുന്നതാണ് സുരക്ഷിതം. നമ്മൾ കൂടുതൽ ഭാരം ഉയർത്തി ശക്തി കാണിക്കരുത്. രണ്ടാമത്, പോകുന്ന വഴി പരിശോധിക്കുക. ഭാരം എടുത്ത ശേഷം എവിടെയാണ് വെക്കേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. നടപ്പാതയിൽ എണ്ണ, വെള്ളം, മറ്റ് വയറ്, കുഴി, തടസ്സങ്ങളൊന്നും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വെക്കേണ്ട സ്ഥലം മുൻകൂട്ടി ശുചിയാക്കി തയ്യാറാക്കണം. ഭാരം കയ്യിൽ പിടിച്ചതിന് ശേഷം വഴി അന്വേഷിക്കുന്നത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ശരിയായ നിലയിൽ നിൽക്കുക എന്നാണ്. ഭാരം ഉയർത്തുമ്പോൾ ശരിയായ നിലയിൽ നിൽക്കുക. കാലുകൾ തോളിൻ്റെ വീതിയിലും അകലം വെച്ച് ഉറപ്പോടെ നിൽക്കുക. ഒരു കാൽ അല്പം മുന്നിലാക്കുന്ന ശരീരത്തിൻ്റെ ബാലൻസിന് നിലനിർത്താൻ സഹായിക്കും. ഭാരത്തിന് കഴിയുന്നത്ര അടുത്ത് നിൽക്കുക. ദൂരെ നിന്നുകൊണ്ട് കൈ നീട്ടി ഭാരം ഉയർത്താൻ ശ്രമിക്കരുത്. ഇത് വളരെ അപകടകരമാണ്. നാലാമത് ശ്രദ്ധിക്കേണ്ട നമ്മളെ പോയിന്റ്, അരയിൽ നിന്ന് കുനിയരുത്. അര കുനിയരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഭാരം ഉയർത്തുമ്പോൾ അര കുനിയരുത്. ഭാരം എടുക്കുമ്പോൾ അരയിൽ നിന്ന് മുന്നോട്ട് വളയരുത്. മുട്ടുകൾ മാത്രം മടക്കുക. മുട്ടുകൾ മടക്കാൻ ശ്രമിക്കുക. നടു നേരെയാക്കി നിർത്തുക. മുഖം മുന്നോട്ട് നോക്കുക. ഭാരം രണ്ട് കൈകൊണ്ടും ഉറപ്പായി പിടിക്കുക. ശേഷം കാലിലെ പേശികളുടെ ശക്തി ഉപയോഗിച്ച് പതുക്കെ എഴുന്നേൽക്കുക. നടുവിൻ്റെ ശക്തിയല്ല, കാലുള്ള ശക്തിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പ്രധാനപ്പെട്ട നിയമമാണ്. അഞ്ചാമത്, ഭാരം ശരീരത്തോട് ചേർത്ത് പിടിക്കണം. ശരീരത്തിന് അകറ്റി പിടിച്ചാൽ നടുവിലുള്ള സമ്മർദ്ദം പല മടങ്ങ് വർദ്ധിക്കും. അതിന് ഭാരം നെഞ്ചിനോടോ വയറിനോടോ ചേർത്ത് പിടിക്കുക. കയ്യിൽ നിന്ന് വഴുതാത്ത വിധം നല്ല പിടിയുണ്ടെന്ന് ഉറപ്പാക്കണം. ആവശ്യമെങ്കിൽ അനുയോജ്യമായ കയ്യുറ ധരിക്കണം. ആറാമത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഭാരം പിടിച്ചുകൊണ്ട് ശരീരം തിരിക്കരുത്. ഭാരം ഉയർത്തിയ ശേഷം അര മാത്രം തിരിക്കരുത്. ദിശ മാറ്റണമെങ്കിൽ കാലുകൾ ചെറിയ ചുവടുകളായി മാറ്റി ശരീരം മുഴുവനായി തിരിക്കുക. അല്ലെങ്കിൽ അര മാത്രം മാറ്റാൻ ശ്രദ്ധിക്കുക. വളരെ അപകടം, ഡേഞ്ചറാണ്. പെട്ടെന്ന് തിരിയുന്നു ഞെട്ടലോടെ വായുവെത്തും നട്ടലിന് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഏഴാമത് ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട, കാഴ്ച മറക്കുന്ന ഭാരം ഒരിക്കലും വഹിക്കരുത്. ഭാരം വളരെ വലുതായ മുന്നിലെ വഴികൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവ ഒറ്റയ്ക്ക് കൊണ്ടുപോകരുത്. ഭാരം ചെറിയ ചെറിയ ഭാഗങ്ങളാക്കുക. മറ്റൊരാളുടെ സഹായം സ്വീകരിക്കുക. അല്ലെങ്കിൽ യാന്ത്രിക ഉപകരണം ഉപയോഗിക്കുക പറ്റുമെങ്കിൽ. കാഴ്ച മറന്നുകൊണ്ട് പടികളുടെ അനന്തമായ പടികൾ ഈ സ്റ്റെപ്പിലൂടെ നിലത്തിലൂടെ നടക്കുന്നത് വളരെ അപകടകരമാണ്. എട്ടാമത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഭാരം താഴെ വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉയർത്തുമ്പോൾ മാത്രമല്ല, ഭാരം താഴെ വെക്കുമ്പോൾ പെട്ടെന്ന് കൈവിടരുത്. വീണ്ടും മുട്ടുകൾ മടക്കുക. നടു നേരെയാക്കി പതുക്കെ താഴ്ത്തുക. കൈവിരലുകളും കാലുകളും ഭാരത്തിൻ്റെ അടിയിൽ കുടുങ്ങുന്നില്ല ഉറപ്പാക്കണം. ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന അതേ രീതിയിൽ തന്നെ ഭാരം താഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കണം.
ഇനി രണ്ടുപേർ ചേർന്ന് ഉയർത്തുമ്പോൾ ഭാരമുള്ളതോ നീളം കൂടിയ വസ്തുക്കൾ രണ്ടുപേർ ചേർന്ന് ഉയർത്തണം. ഉയർത്തുന്നതിന് മുമ്പ് വ്യക്തമായി ആശയവിനിമയം നടത്തുക. അതായത് എല്ലാവരും ഒന്നിച്ചു ഉയർത്തണം. 1, 2, 3 എങ്ങനെ പറഞ്ഞുകൊണ്ട് ഉയർത്താം എന്നിങ്ങനെ ഒരാൾ നിർദ്ദേശം നൽകണം. ഇരുവരും ഒരേ സമയത്ത് ഉയർത്തുകയും ഒരേ ദിശയിൽ നടക്കുകയും വേണം. അവസാനമായി ഓർക്കേണ്ടത്, നിങ്ങൾക്ക് നടുവേദനയോ കൈകാലുകൾ വേദനയോ തലചുറ്റലോ ക്ഷീണമോ ഉണ്ടെങ്കിൽ ഭാരം ഉയർത്താൻ ശ്രമിക്കരുത്. വളരെ ഭാരമുള്ള വസ്തുക്കൾ കൈകൊണ്ട് ഉയർത്തിയതിന് പകരം അനുയോജ്യമായ ഉപകരണം ഉപയോഗിക്കുക. ശരിയായ പരിശീലനം ലഭിക്കാതെ പ്രത്യേക ഭാരങ്ങൾ ഒരിക്കലും ഉയർത്തരുത്. നമ്മൾ സുരക്ഷയുടെ ലളിതമായ സൂത്രം ഈ പറയുന്നതാണ്. ആദ്യം പരിശോധിക്കുക, ഉയർത്താൻ പോകുന്ന ഭാരം പരിശോധിക്കുക, അതിൻ്റെ എത്ര ഉണ്ട് എന്നൊരു സുമാറ് ധാരണ ഉണ്ടായിരിക്കും. പിന്നെ ശരിയായ രീതിയിൽ നിൽക്കുക. നിൽക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മുട്ടാണ് മടക്കുക, നടു നേരെയാക്കുക, നടു ഒരിക്കലും മടക്കരുത്. ഭാരം ശരീരത്തോട് ചേർത്ത് പിടിക്കുക, അകത്തിപ്പിടിക്കരുത്. കാലുകളുടെ ശക്തിയിൽ ഉയർത്തുക. കാലുകളുടെ ശക്തിയാണ്, അരയുടെ ശക്തിയിലല്ല. ഒരു നിമിഷത്തെ മുൻകരുതലുകൾ ജീവിതകാലം നടുവേദന ഒഴിവാക്കാം. ഈ സുരക്ഷാ നിർദ്ദേശം ഉപകാരമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി പങ്കുവെക്കുക. കൂടുതൽ സുരക്ഷാ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുരക്ഷിതമായി ജോലി ചെയ്യാം, ആരോഗ്യത്തോടെ വീട്ടിലേക്ക് മടങ്ങാം. താങ്ക്സ് ഓൾ.